ആൽബർട്ട് ബന്ദൂരെ നിർദ്ദേശിച്ച പഠന സിദ്ധാന്തം. ഇത് ഓപ്ഷൻ എ ജെൻഡർ ബയാസും ജെൻഡർ എന്താ ലിംഗ മുൻവിധി സെയിം ആണോ? അല്ലല്ലല്ല. ആ ആ ലിംഗ മുൻവിധി എന്ന് പറഞ്ഞാല് പെൺകുട്ടികൾക്ക് ഈ കാര്യം പറ്റില്ല, പറ്റുമോ ആ ഇല്ലയോ എന്നൊന്നും എന്താ അറിയില്ല. പക്ഷെങ്കിൽ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാണ്, ആ ഒരു രീതിയിൽ. അതല്ല, ജെൻഡർ ബയാസിന്റെ അർത്ഥം ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അതും ഇതും സെയിം ആണോ ചോദിച്ചതാ. അല്ലല്ലല്ലല്ല, അത് രണ്ട് കോൺസെപ്റ്റ് ആണ്. ബയാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. എന്താണ്, പക്ഷെ അവിടെ എന്തില്ല, ഒരു ജെൻഡറിനെ അവഗണിക്കുന്നില്ല. ഇവിടെ ആ ഡിസ്ക്രിമിനേഷനിൽ എന്താണ് പറയാ, അത് പെൺകുട്ടികളെ പാടെ അവഗണിക്കുന്നതാണ്. പക്ഷെങ്കിൽ ആ. ജെൻഡർ ബയാസിൽ എന്തില്ല, അവഗണിക്കുന്നില്ല. ഉം, ഉം. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പഠിതാവിൻ്റെ പഠന പ്രശ്നങ്ങളും പ്രയാസങ്ങളും, അല്ല അടുത്ത ഇതല്ലല്ലോ, അല്ല, ആൽബർട്ട് ബന്ദൂരാണ്. ആൽബർട്ട് ബന്ദൂരയുടെ അല്ലേ. ആൽബർട്ട് ബന്ദൂരെ നിർദ്ദേശിച്ച സിദ്ധാന്തം. ഓപ്ഷൻ എ പ്രവർത്തനാനുബന്ധനം, ഓപ്ഷൻ ബി പൗരാണികാനുബന്ധനം, ഓപ്ഷൻ സി നിരീക്ഷണ പഠനം, ഓപ്ഷൻ ഡി ജ്ഞാതൃവികാസം. നിരീക്ഷണ ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലെങ്കിൽ നിരീക്ഷണ പഠനമാണ് അല്ലേ. ആ. ഓപ്ഷൻ സി ആണ് അല്ലേ. ഉം. ഓക്കെ. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പഠിതാവിൻ്റെ പഠന പ്രശ്നങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിയാൻ അനുയോജ്യമായ വിലയിരുത്തൽ രീതി ഏതാണ്? ഓപ്ഷൻ എ സ്ഥാനം നൽകാനുള്ള മൂല്യനിർണ്ണയം, ഓപ്ഷൻ ബി സംരചനാ മൂല്യനിർണ്ണയം, ഓപ്ഷൻ ബി നിദാനശോധകം, ഓപ്ഷൻ ഡി ആത്യന്തിക മൂല്യനിർണ്ണയം. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഓപ്ഷൻ സി എന്താന്നറിയില്ല. നിദാനശോധകം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ആണ് അല്ലേ. ആ, അത് പ്രയാസ അതെന്താ? ഇതിപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ ക്ലാസ്സിൽ എപ്പോഴും ഗണിത പ്രശ്നങ്ങൾ ചെയ്യുമ്പം പ്ലസ് മൈനസ് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എങ്ങനെ, അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ആഡ് ചെയ്താൽ എങ്ങനെ, ഇതിലെപ്പോഴും എന്താണ് ഒരു കുട്ടികൾ തെറ്റിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഏരിയയിലൊരു എക്സാം നടത്തും. അപ്പം മനസ്സിലാവും ഏത് കാര്യത്തിലാണ് കുട്ടി വീക്ക്. ഇപ്പം ഗണിതത്തിലാണെങ്കിൽ ചിഹ്നങ്ങൾ കൊണ്ടുള്ള കണക്ക് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് പ്രയാസം എന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള റെമഡിയൽ ടീച്ചിങ് നൽകും. ഏത് ഏരിയയിലാണോ പ്രശ്നം ഉള്ളത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ നിദാനശോധകം ചെയ്യുന്നത്. അത് ഏത് സബ്ജക്റ്റ് ആയാലും പ്രശ്നമുള്ള ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. മറ്റെല്ലാം ആണെങ്കിൽ എന്താണ്, ക്വസ്റ്റ്യനിൽ ലേണിംഗ് ഡെഫിഷ്യൻസി ആൻഡ് ഡിഫിക്കൽട്ടി എന്ന് കണ്ടാൽ ഉത്തരം ഡയഗ്നോസ്റ്റിക് ആയിരിക്കും. ആണ്. ലേണിംഗ് ഡെഫിഷ്യൻസി ഡിഫിക്കൽട്ടീസ്, മെയിനായിട്ടും ഡിഫിക്കൽട്ട് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യുന്നത്. ലേണിംഗ് ഡെഫിഷ്യൻസി ഇതിൽ ബാക്കി മൂന്നും ഓപ്ഷൻ എ ആണെങ്കിലും ബി ആണെങ്കിലും ഡി ആണെങ്കിലും ഒരിക്കലും ലേണിംഗ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ചെക്ക് ചെയ്യാനുള്ളതില്ല. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്താണ്, വാട്ട് ഈസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സംരചന മൂല്യനിർണ്ണയം? അപ്പപ്പോൾ നടക്കുന്നത്. അപ്പം നടക്കുന്ന കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും അസസ് ചെയ്യുന്നതാണ് അല്ലേ. ദെൻ സ്ഥാനം നൽകാനുള്ള മൂല്യനിർണ്ണയം പ്ലേസ്മെന്റ് ആണെങ്കിലോ അതെന്താണ്, നമ്മൾ ടേം അവസാനത്തിൽ നടത്തുന്നത്. എക്സാമിനേഷൻ എല്ലാം നടത്തിയാലാണ് അല്ലേ. അതൊരിക്കലും ഡിഫിക്കൽട്ടിയുമായി ബന്ധപ്പെട്ടതല്ല അല്ലേ. ആത്യന്തിക മൂല്യനിർണ്ണയം സമ്മേറ്റീവ് ഇവാലുവേഷൻ ഒരു അതും ടേം എന്തല്ല, കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ടോ നടത്തുന്നത്. ഒരു ടേമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നടത്തുന്ന എക്സാമാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇത് മൂന്നും ഒരിക്കലും എന്തല്ല, ഈ പറഞ്ഞ ഏരിയയായിട്ട് ബന്ധമില്ലാത്തതാണ് അല്ലേ. അപ്പം പ്രയാസങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ നടത്തുന്ന അസസ്മെന്റ് ആണെന്ത്, നിദാനശോധകം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥിയുടെ സൃഷ്ടികളുടെ ശേഖരത്തെ വിലയിരുത്താൻ ഉതകുന്ന മൂല്യനിർണ്ണയ ഉപാധി. ഓപ്ഷൻ എ പോർട്ട്ഫോളിയോ, ഓപ്ഷൻ ബി റൂബ്രിക്, ഓപ്ഷൻ സി ടെസ്റ്റ്, ഓപ്ഷൻ ഡി
റേറ്റിംഗ് സ്കെയിൽ? പോർട്ട്ഫോളിയോ. 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 പോർട്ട്ഫോളിയോ ആണ് അല്ലേ? ഓക്കെ. 21ാമത്തെ ക്വസ്റ്റ്യൻ. പഠന വൈകല്യത്തിന് കാരണമായ പ്രധാന ഘടകമേത്? ഓപ്ഷൻ എ പാരമ്പര്യ ഘടകങ്ങൾ, ഓപ്ഷൻ ബി പരിസ്ഥിതി ഘടകങ്ങൾ, ഓപ്ഷൻ സി ബോധന ഘടകങ്ങൾ, ഓപ്ഷൻ ബി അഭിപ്രേരണ ഘടകങ്ങൾ. ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പെഡഗോഗിക്കൽ ഫാക്ടേഴ്സ്, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. ജനറ്റിക് പ്രധാന കാരണം പഠന വൈകല്യത്തിന് പാരമ്പര്യ ഘടകങ്ങളാണ് അല്ലെ, ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് സ്കിന്നറുടെ പിൻഗാമികൾ അംഗീകരിക്കാൻ? ബോധന ഘടകങ്ങള് പറയുമ്പോ എന്താ പെടുക? പെഡഗോഗിയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മള് എന്താണ് എങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുന്ന രീതികളില്ലേ? ഇപ്പം ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഫാസ്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതാണെങ്കിൽ ആ ഒരു ഫാസ്റ്റ്നെസ് എന്താവില്ല, ചില കുട്ടികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാരെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ബോധന രീതികൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ആ ക്ലാസ്സിൽ ആവറേജ് ഉണ്ടാവും, ഗിഫ്റ്റഡ് ഉണ്ടാവും, ബിലോ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പം എല്ലാരെയും നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ഒരു ക്ലാസിന്റെ രീതി എന്ന് പറയുന്നത്. ഈ പെഡഗോഗി എന്ന് പറഞ്ഞാല് അധ്യാപന രീതിയല്ലേ? അതെ അതെ, ബോധന പഠിപ്പിക്കേണ്ട രീതികൾ, അത് നമ്മൾ ടീച്ചേഴ്സ് ഫോളോ ചെയ്യുന്ന രീതിയാണ് ബോധന രീതികൾ, പെഡഗോഗി എന്ന് പറയുന്നത്. പിന്നെ കുട്ടി എന്ന് പറയുന്ന അതിന് പെഡഗോജ് അങ്ങനെ എന്തോ ഒരു ഇതില്ലേ? കുട്ടി എന്താണ് ഈ പെഡഗോഗി എന്ന് പറയുന്ന പോലെ വേറൊരു ടേം വരുന്നുണ്ട്, കുട്ടി എന്നുള്ള അർത്ഥം വരുന്ന. ഏതാണ്? എനിക്ക് മനസ്സിലായി, എന്താണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി, പെട്ടെന്ന് എനിക്കും ക്ലിക്ക് ആവുന്നില്ല. അത് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പേ. ഉണ്ട്, അങ്ങനെ ഒരു ടേം ഉണ്ട്. പെഡഗോഗി എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് എടുക്കുന്ന രീതികളാണ്. അതേപോലെ ഉണ്ട്. ഞാൻ ഓർമ്മയ്ക്ക് വരുമ്പോ പറഞ്ഞുതരാം കേട്ടോ. അടുത്തത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് സ്കിന്നറുടെ പിൻഗാമികൾ അംഗീകരിക്കാൻ സാധ്യത? ഓപ്ഷൻ എ സമഗ്രത അതിന്റെ ഘടകങ്ങളെക്കാൾ മഹത്തരമാണ്, ബി പെരുമാറ്റത്തിന്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്, സി പാരമ്പര്യം പരിസ്ഥിതിയേക്കാൾ പ്രാധാന്യമാണ്, ഓപ്ഷൻ ഡി പെരുമാറ്റം പ്രബലനത്തിലൂടെ ദൃഢപ്പെടുത്താൻ കഴിയും. സ്കിന്നർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എങ്ങോട്ടേക്ക് പോകണം? ഓപ്ഷൻ ഡി പ്രബലനം അല്ലേ? ബിഹേവിയർ ക്യാൻ ബി സ്ട്രെങ്തൻ ത്രൂ റീഇൻഫോഴ്സ്മെന്റ്. പ്രബലനത്തിലൂടെ പെരുമാറ്റത്തെ ദൃഢപ്പെടുത്താൻ സാധിക്കും. അടുത്തത് 23. സർഗാത്മകതയ്ക്ക് അനിവാര്യമായ ഘടകം ഏതാണ്? സർഗാത്മകതയായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ അല്ലെ? ഓപ്ഷൻ എ സ്വാതന്ത്ര്യം, ഓപ്ഷൻ ബി അനുരൂപത, ഓപ്ഷൻ സി സംരചന ചിന്തനം, ഓപ്ഷൻ ഡി ആശ്രയത്വം. ഫ്രീഡം, കൺഫോമിറ്റി, കൺവേർജന്റ് തിങ്ക്, ഡിപ്പെൻഡൻസി. സ്വാതന്ത്ര്യമാണ് അല്ലേ? നമ്മളിപ്പം ക്ലാസ് റൂമിലാണെങ്കിൽ ഒരാശയം നമ്മൾ ഇട്ടുകൊടുക്കുന്നു അല്ലേ? അതിനുള്ള സൊല്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വെറൈറ്റി ആയ സൊല്യൂഷനാണ് നമുക്ക് ആവശ്യം അല്ലേ? അപ്പം ഫ്രീഡം, സ്വാതന്ത്ര്യത്തോടെ പറയാനുള്ള ഒരു അവസരം നമ്മൾ നൽകണം അല്ലേ? എന്നാലാണ് എന്ത് ചെയ്യുള്ളൂ, ഓരോരോ കുട്ടിയും ആൻസർ പറയുള്ളൂ അല്ലേ? നമ്മൾ ആ ഒരു ഫ്രീഡം കൊടുത്തില്ലെങ്കിൽ പേടി കൊണ്ട് എന്ത് ചെയ്യും, കുട്ടികൾ ആൻസർ പറയാതിരിക്കും. അപ്പം നമ്മൾ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു ഘടകമാണ് അല്ലേ? അടുത്തത്. താഴെ പറയുന്നത് എന്താണ്? ടോറൻസ് സർഗാത്മകതയെ ബന്ധപ്പെട്ടതാണ്. ടോറൻസ് ഡൈവർജന്റ് തിങ്കിങ് സർഗാത്മക അല്ലേ? ഡൈവേർജന്റ് ആണ്. ഇത് കൺവേർജന്റ് തിങ്കിങ് ആണ്. ഡൈവേർജന്റ് തിങ്കിങ് എന്താണ്? സർഗാത്മകതയുടെ ഒരു ഘടകമാണ്.
കൺവേർജന്റ് തിങ്കിങ് വരില്ല. വരില്ലല്ലോ. ഓക്കെ. ഇത് ആവശ്യമായ ഘടകം ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ സ്വാതന്ത്ര്യമാണ്. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ BF സ്കിന്നറുടെ സംഭാവന അല്ലാത്തത്: പ്രവർത്തനാനുബന്ധനം, പ്രബലനത്തിന്റെ ഷെഡ്യൂളുകൾ, പ്രോഗ്രാംഡ് പഠനം, ഓപ്ഷൻ ഡി ഉൾക്കാഴ്ച പഠനം. ഇതിലേതാണ് പെടാത്തത്? ഉൾക്കാഴ്ച പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ് ആണ് അല്ലെ. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ. ഭൗതിക പിന്നോക്കാവസ്ഥയും പൊരുത്തപ്പെടാനുള്ള ഒഴിവ് കുറവും ആരുടെ പ്രത്യേകതകളാണ്? ഓപ്ഷൻ എ പഠന വൈകല്യമുള്ളവരുടേത്, ഓപ്ഷൻ ബി മാനസിക വെല്ലുവിളി നേരിടുന്നവർ അല്ലെങ്കിൽ മെന്റലി ചാലഞ്ചഡ്, ഓപ്ഷൻ സി പ്രതിഭാശാലികൾ ഗിഫ്റ്റഡ്, ഓപ്ഷൻ ഡി ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ. മാനസിക വെല്ലുവിളി. ഓപ്ഷൻ ബി ആണ് അല്ലെ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരാണ് അല്ലെ. അടുത്തത്, ഒരു ബുദ്ധി പരീക്ഷയിൽ ഒരു കുട്ടിയുടെ IQ 140 ആണെന്ന് മനസ്സിലായി. ആ കുട്ടി ഏത് കൂട്ടത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ഭൗതിക വെല്ലുവിളി നേരിടുന്നവൻ, ഓപ്ഷൻ ബി പഠന വൈകല്യമുള്ളവൻ, ഓപ്ഷൻ ബി സി ശാരീരിക വെല്ലുവിളി നേരിടുന്നവൻ, ഓപ്ഷൻ ഡി ഭൗതികപരമായി ഉന്നത നിലവാരത്തിലുള്ളവർ. 140 എന്ന് പറയുമ്പോൾ ആരാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, സുപ്പീരിയർ. ഓപ്ഷൻ ഇ ആണല്ലേ, ഇന്റലക്ച്വലി സുപ്പീരിയർ ആണല്ലേ. അടുത്തത് 27ാമത്. ശേഖരിക്കപ്പെട്ട ആശയങ്ങൾ ഓർമ്മയിൽ കുറച്ചു കാലത്തേക്ക് നിലനിർത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏതാണെന്നാണ്? ഓപ്ഷൻ എ സംഭരണം, ഓപ്ഷൻ ബി ഡീകോഡിംഗ്, ഓപ്ഷൻ സി പുനഃസ്മരണ, ഓപ്ഷൻ ബി പുനഃസൃഷ്ടി. സ്റ്റോറേജ് ആണ് അല്ലേ. ഓക്കെ. അപ്പം ഓർമ്മ, ഈ മെമ്മറിയുമായി ബന്ധപ്പെട്ട കുറച്ചാള്, ഓർമ്മ എന്നതിന്റെ മാതൃക വികസിപ്പിച്ച 2 വ്യക്തികളുണ്ട്. മെമ്മറിയുടെ മാതൃക, മോഡൽ ഓഫ് മെമ്മറി അറിയോ? റിച്ചാർഡ് ആറ്റ്കിൻസൺ ആൻഡ് റിച്ചാർഡ് ഷിഫ്രിൻ എന്ന് കേട്ടോ? ഇതിന്റെ നോട്ട്സ് വേണേൽ ഞാൻ തരും. ഓർമ്മയുടെ മാതൃക, മെമ്മറി മോഡല് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റിച്ചാർഡ് ആറ്റ്കിൻസൺ ആൻഡ് റിച്ചാർഡ് ഷിഫ്രിൻ ആണ്. ഇതില് മെമ്മറിയെ 3 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. സെൻസറി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സ്മരണ എന്നാണ്. നമ്മൾ എന്താണ്, ഒരു കാര്യം മനസ്സിലാക്കി ഉടനെ തന്നെ അതിനെ ഓർമ്മിക്കാൻ സഹായിക്കുന്നത്. കാരണം പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നതാണ് സെൻസറി മെമ്മറി. ചിലപ്പോൾ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഇതെന്തേ ഉള്ളൂ, നിലനിൽക്കുന്നുള്ളൂ. പെട്ടെന്ന് നമ്മളോട് ഒരാൾ പറയുകയാണെന്ത്, ഈ ഒരു നമ്പർ ഒന്ന് ഓർത്ത് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കും അല്ലെ. പക്ഷെ അതെന്ത് ചെയ്യില്ല, കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. ആ സമയത്തേക്ക് വേണ്ടി മാത്രമാണ് നമ്മളത് ഓർത്ത് വെക്കുന്നത് അല്ലെ. അങ്ങനെ ഓർത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്ദ്രിയ സ്മരണ അല്ലെങ്കിൽ സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ. വളരെ ചെറിയ സമയത്തേക്ക് മാത്രമേ അത് നിലനിൽക്കുള്ളൂ, നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുള്ളൂ. എന്താണ്? OTP ഒക്കെ അതിലല്ലേ വരുന്നത്? അതെ, OTP നമ്പറൊക്കെ നമ്മൾ ഓർത്ത് വെക്കുന്നത് സെൻസറി മെമ്മറിയിലാണ്. ആ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂല, അത് ഓർത്ത് വെക്കൂല. പിന്നെ വളരെ ചെറിയ സമയത്തേക്ക് മാത്രമേ എന്തുള്ളൂ, നമ്മളെ ഓർമ്മയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് സെൻസറി മെമ്മറിയിൽ വരുന്നത്. ദെൻ ഹ്രസ്വകാല സ്മരണ അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി. ഇതിലെന്താണ്, സെൻസറിനെക്കാട്ടും കുറച്ച് കൂടുതൽ നിൽക്കും അല്ലേ. പെട്ടെന്നുള്ള ഓർമ്മയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയും. പിന്നെ പരിശ്രമത്തിനനുസരിച്ച് ഷോർട്ട് ടൈം മെമ്മറിയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കൂട്ടാനും നമുക്ക് പറ്റും. ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ നമ്പറൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓർത്ത് വെക്കും. അത് കുറച്ച് കുറച്ച് സമയത്തേക്ക്, ആദ്യത്തതിനെക്കാട്ടും കൂടുതൽ കാലത്തേക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. പിന്നെ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നതാണ് അല്ലേ. ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ
ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏത് മെമ്മറിയിലേക്കാണ് സൂക്ഷിക്കേണ്ടി വരിക? സെൻസറിയിലാണോ, ഹ്രസ്വത്തിലാണോ, ദീർഘത്തിലാണോ? ലോങ് ടേം മെമ്മറിയിലാണ് അല്ലേ? ലോങ് ടേം മെമ്മറിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക? സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരിക. അവിടെ എന്താണ് പഠിച്ച കാര്യങ്ങൾ കുറച്ച് കൂടുതൽ സമയത്തേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലേ? നമ്മൾ എക്സാമിന്റെ സമയത്തേക്ക്, എക്സാം ദിവസം വരെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിൽ ആവശ്യമായിട്ട് ഉണ്ട്. അപ്പം ഈ ലോങ് ടേം മെമ്മറിയെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ എക്സ്പ്ലിസിറ്റ് എന്താണ്, ഇംപ്ലിസിറ്റ് എന്താണ് എന്നുള്ളത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എക്സ്പ്ലിസിറ്റിൽ വരുന്നതാണ് എപ്പിസോഡിക് മെമ്മറിയും സെമാൻറ്റിക് മെമ്മറിയും. എപ്പിസോഡിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ? ആ അനുഭവങ്ങൾ നമ്മൾ സ്കൂളുകളിൽ പങ്കെടുത്ത പരിപാടികൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഓരോരോ ഇവൻറ്റ്സ് നടന്നത്, അങ്ങനെ അനുഭവങ്ങളും വ്യക്തിപരമായ സംഭവങ്ങളും ഓർക്കുന്ന മെമ്മറിയാണ് എപ്പിസോഡിക് മെമ്മറി അല്ലെങ്കിൽ സംഭവപരമായ ഓർമ്മ എന്ന് പറയുന്നത്. പിന്നെ സെമാൻറ്റിക് മെമ്മറി അല്ലെങ്കിൽ അർത്ഥപരമായ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആവശ്യം ഇപ്പം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് സെമാൻറ്റിക് മെമ്മറിയിലാണ്. അർത്ഥപരമായ കാര്യങ്ങൾ, പദങ്ങൾ, ആശയങ്ങൾ, അതൊക്കെ വരുന്നതാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് എന്ത്? പ്രൊസീജറൽ മെമ്മറി. ഇത് പൊതുവെ എന്താണ്? മോട്ടോർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ്. ഇപ്പം നമ്മൾ എന്താണ് ഡ്രൈവിംഗ് ഒരു 18 വയസ്സിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷേങ്കിൽ അത് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം. പക്ഷെ അതെന്താണ്? അൺകോൺഷ്യസ് ആയിട്ട് നമ്മളിപ്പം ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പം ഇതാണ് ക്ലച്ച്, ഇതാണ് ബ്രേക്ക് എന്നൊന്നും നമ്മൾ നമുക്കറിയാം. പക്ഷേങ്കിൽ ആ സ്പോട്ടിൽ എന്താണ്? ക്ലച്ച് അമർത്തേണ്ട ഇടത്തിൽ ക്ലച്ച് അമർത്തുന്നു, ബ്രേക്ക് ചവിട്ടേണ്ട ഇടത്തിൽ ബ്രേക്ക് ചവിട്ടുന്നു. പക്ഷെ അത് അൺകോൺഷ്യസ് ആയിട്ട് നമ്മളതിന് ചെയ്യും. അങ്ങനെ വരുന്നതാണ് എന്ത്? പ്രൊസീജറൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പം എക്സ്പ്ലിസിറ്റ് മെമ്മറീസും ഇംപ്ലിസിറ്റും ഉണ്ട്. എക്സ്പ്ലിസിറ്റിൽ വരുന്നതാണ് എപ്പിസോഡിക്കും സെമാൻറ്റിക്കും എന്ന് പറയുന്നത്. അപ്പം ഇതിലെന്താണ്? കോൺഷ്യസ് ആയിട്ടുള്ളതാണ്. എക്സ്പ്ലിസിറ്റിൽ വരിക കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളോട് ഒരാൾ ചോദിക്കാം, ഇതിന് 8ാം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ച ടീച്ചർ ആരായിരുന്നു? അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ നമ്മൾ ആ ഒരു നാടകം കളിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? അപ്പം അതൊക്കെ നമ്മൾ എന്താണ് ഓർത്ത് പറയുന്നതാണ്. നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഓർത്ത് കൊണ്ടുവരുന്നതാണ് എക്സ്പ്ലിസിറ്റിൽ വരിക. ഇംപ്ലിസിറ്റ് എന്താണ്? കോൺഷ്യസ് അല്ലാതെ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഡ്രൈവിംഗ് ഒക്കെ എന്താണ്? നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടങ്ങ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബ്രേക്കും ക്ലച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ ആ സമയത്ത് എനിക്കിപ്പോൾ ബ്രേക്ക് ചവിട്ടണമല്ലോ, അപ്പോൾ ഇതാണ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ചവിട്ടുന്നത്. അത് അൺകോൺഷ്യസ് ആയിട്ട് വരുന്നതാണ്. അതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് മെമ്മറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ആണോ? മെമ്മറി എന്താണ്? സെൻസറി, ഷോർട്ട് ടേം, ലോങ് ടേം, അതേപോലെ എക്സ്പ്ലിസിറ്റ്, ഇംപ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റിൽ വരുന്നതാണ് എപ്പിസോഡിക്, സെമാൻറ്റിക്. എപ്പിസോഡിക് എന്ന് പറഞ്ഞാൽ സംഭവപരമായ ഓർമ്മ, സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ അർത്ഥപരമായ ഓർമ്മ. ദെൻ പ്രൊസീജിയർ ഇംപ്ലിസിറ്റിൽ വരുന്നതാണ്, അത് മോട്ടോർ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കുന്നതാണ്. എക്സാം പ്രൊസീജിയറിൽ എന്താണ്? ATM പ്രൊസീജിയറിലല്ലേ വരുന്നത്? കേട്ടില്ല. ATM നമ്മൾ ക്യാഷ് എടുക്കുന്നത് പ്രൊസീജിയറിലല്ലേ? ATM അത് നമുക്കറിയാം, അതൊരു പ്രൊസീജിയറിൽ അങ്ങ് പോകുന്നതാണ്. അതെ, നമ്മൾ ഓർത്ത് പറയുന്ന കാര്യങ്ങളാണ്, കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റേത് രണ്ടിലും വരിക. പ്രൊസീജിയറിലും എപ്പിസോഡിക്കിലും വരിക. സെമാൻറ്റിക്കിലും എപ്പിസോഡിക്കിലും വരിക. പ്രൊസീജിയറിൽ അൺകോൺഷ്യസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട്. ഇപ്പോൾ ക്ലാസ്സിൽ ഒരു ടീച്ചർ വരികയാണെങ്കിൽ എന്താണ്? ഇപ്പൊ പറഞ്ഞതിന്റെ മലയാളമൊക്കെ ഒന്ന് പറയൂ. പ്രൊസീജിയറൽ എന്ന് പറഞ്ഞാൽ പ്രക്രിയാപരമായ ഓർമ്മ, പ്രൊസീജിയറൽ മെമ്മറി.
സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ അർത്ഥപരമായ ഓർമ്മ. എപ്പിസോഡിക് എന്ന് പറഞ്ഞാൽ സംഭവപരമായ ഓർമ്മ. ആ അപ്പം ഇത്രയാണ് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത് കേട്ടോ. അപ്പം ഇവിടെ എന്താണ്, ശേഖരിക്കപ്പെട്ട ആശയങ്ങൾ ഓർമ്മയിൽ കുറച്ചു കാലത്തേക്ക് നിലനിർത്തുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ സംഭരണമാണ്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വീണ്ടും നമ്മൾ ഓർത്ത് നോക്കുന്നതാണ്. ഓർത്തെടുക്കും. പിന്നെ പുനഃസൃഷ്ടി എന്ന് പറഞ്ഞാൽ ഓർമ്മയിലുള്ള കാര്യങ്ങളെ ആവശ്യമുള്ള സമയത്തേക്ക് നമ്മൾ എടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ എന്താണ് ഇപ്പം ഓർമ്മയെക്കുറിച്ച് പഠിച്ചു അല്ലേ, ഇനിയിപ്പം നാളെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഓർമ്മയെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്കത് ഓർത്ത് വെക്കണം അല്ലേ, റിട്രൈവ് ചെയ്യണം അല്ലേ. വീണ്ടും ഓർമ്മയിലുള്ള കാര്യങ്ങളെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്, പുനഃസൃഷ്ടി എന്ന് പറയുന്നത്. റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പീറ്റേഷൻ ആണ്. നമ്മൾ ഓർമ്മയിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും എന്താ മറന്നു പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വീണ്ടും വീണ്ടും ഓർത്ത് നോക്കുന്നതിനാണ് പുനഃസ്മരണ അല്ലെങ്കിൽ റിഹേഴ്സൽ എന്ന് പറയുന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ബുദ്ധി പരീക്ഷയ്ക്ക് ഉദാഹരണം? ഓപ്ഷൻ എ സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ്, ഓപ്ഷൻ ബി റോഷാക്ക് ഇങ്ക് ബ്ലോ ടെസ്റ്റ്, ഓപ്ഷൻ സി തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എ അല്ലേ? ഓപ്ഷൻ എ ആണ് അല്ലേ, സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് ആണ് അല്ലേ. അപ്പൊ ബാക്കി നോക്കാം, റോഷാക്ക് ഇങ്ക് ബ്ലോ ടെസ്റ്റ് അതേപോലെ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റും ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ് അല്ലേ, പ്രക്ഷേപണ രീതികളാണ് അല്ലേ. ദെൻ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ, അത് ആപ്റ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാനുള്ളതാണ് അല്ലേ. പിന്നെ ബുദ്ധി പരീക്ഷ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ആരുണ്ട്, ബിനെ. ബിനെ ഉണ്ട് അല്ലേ, ആൽഫ്രഡ് ബിനെ ഉണ്ട് അല്ലേ. അപ്പം ബിനെ, സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് എന്ന് പറയുന്നത് ബുദ്ധി പരീക്ഷയെ ബന്ധപ്പെട്ടതാണ്. ബാക്കി രണ്ടും പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്. മൂന്നാമത്തേത് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി അളക്കാനുള്ള ടെസ്റ്റ് ആണ്. 29, വിമർശനാത്മക ചിന്താ നൈപുണികൾ, ക്രിട്ടിക്കൽ തിങ്കിങ്. ഓപ്ഷൻ എ നിർണയിക്കാൻ പറ്റാത്ത അമൂർത്ത കഴിവുകളാണ്, ആർ അബ്സ്ട്രാക്ട് എബിലിറ്റി ദാറ്റ് കനോട്ട് ബി ഡിറ്റർമൈൻഡ്. ഓപ്ഷൻ ബി പ്രത്യേക ബോധനം നടത്താതെ അനൈച്ഛികമായി വികസിക്കുന്നതാണ്, യൂഷ്വലി ഡെവലപ്പ് സ്പോണ്ടാനിയസ്ലി വിത്തൗട്ട് എനി ഇൻസ്ട്രക്ഷൻ. ഓപ്ഷൻ സി ഉള്ളടക്കം പഠിപ്പിക്കുന്നതിലൂടെ അനൈച്ഛികമായി വികസിക്കുന്നതാണ്. ഓപ്ഷൻ ഡി ബോധപൂർവം പഠിക്കേണ്ടതുണ്ട്, കാരണം ഉള്ളടക്കം പഠിപ്പിക്കുന്നതിലൂടെ അവ പൊതുവെ വികസിക്കുന്നില്ല. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ സ്കില്ലിന്റെ പ്രത്യേകതയാണ് ചോദിച്ചത്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി കോൺസെപ്റ്റ് എന്താണ്? ഒരു കാര്യം കംപ്ലീറ്റ് കേട്ടതിന് ശേഷം പഠിച്ചതിന് ശേഷം വിമർശിക്കുന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മൾ ക്രിട്ടിസിസം ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ, TTC ആണെങ്കിലും BEd ആണെങ്കിലും നമ്മൾ ഒരു പീരീഡിന്റെ ഇടയ്ക്ക് ക്രിട്ടിസിസം ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ. ഒരാൾ ക്ലാസ് എടുക്കുക, ബാക്കി എല്ലാവരും അതിന് ഓരോരോ ക്രൈറ്റീരിയ വെച്ചിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്രിട്ടിസിസം നടത്തുക അല്ലേ. അപ്പം കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ബോധപൂർവം പഠിപ്പിക്കേണ്ടതുണ്ട്, കാരണം ഉള്ളടക്കം പഠിപ്പിക്കുന്നതിലൂടെ അവ പൊതുവെ വികസിക്കുകയില്ല. നീഡ് ടു ബി ടോട്ട് ഡെലിബറേറ്റ്ലി ബിക്കോസ് they often do not develop by themselves with content instruction. എന്താണ് ക്രിട്ടിസിസം എന്ന് മനസ്സിലാക്കുക, അത് പ്രത്യേകമായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പൗലോ ഫെയർ അല്ലേ? ക്രിട്ടിക്കൽ പെഡഗോഗിയാണ് പൗലോ ഫ്രെയർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ധനാത്മക പ്രകലനം ഓർ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഓപ്ഷൻ ബി ഋണാത്മക പ്രബലനം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഓപ്ഷൻ സി എയും ബിയും, ഓപ്ഷൻ ഡി ശിക്ഷ. ഓപ്ഷൻ സി ആണ് അല്ലേ. റീഇൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്ത് ചെയ്യും,
റെസ്പോണ്ടിങ് ഇൻക്രീസ് ചെയ്യും അല്ലേ? പ്രതികരണം അവരൊക്കെ വർദ്ധിച്ചു. ഓക്കെ, ഇതിലെല്ലാവർക്കും 20 എബോവ് കിട്ടിയിട്ടുണ്ടോ? ഇത് ഇതൊരു എന്താണ്, അത്യാവശ്യം ആ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലേ? ഉം. 20ന്റെ മുകളിൽ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? 22. ആ അപ്പൊ നമ്മൾ 26 ആൻഡ് 24. എബോവ് മാക്സിമം എന്താണ് 26 ആൻഡ് എബോവ് നമുക്ക് കിട്ടണം. അത്യാവശ്യം 2 or 3